നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തകഴി, ഒറ്റക്കാട്, ബഷീർ, കേശവദേവ്, ഇവരുടെയൊക്കെ പുതിയൊരു പുസ്തകം വന്നാൽ അത് ഉടനെ ആദ്യം വായിക്കണം എന്നുള്ള വാശി ഞങ്ങള് കുട്ടികളിൽ ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോ എഴുത്തുകാരുടെ എണ്ണം വളരെ കൂടി, മൊത്തത്തില് എഴുത്തിന്റെ ഗുണവും വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മലയാളത്തില് തീർച്ചയായിട്ടും നല്ല കൃതികൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആധുനിക കാലത്തെ കൃതികളെ പറ്റി ഇവിടെ പറഞ്ഞു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞു. കാരണം ശ്രീ രാമനുണ്ണി നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ 2 കൃതികളിലൂടെ അടിയൊഴുക്കായിട്ട് കാണുന്നത് ഈ പറഞ്ഞതുപോലെ പൊറ്റക്കാടിന്റെ മനുഷ്യസ്നേഹവും ജാതി മതത്തിനൊക്കെ മുകളിലുള്ള മനുഷ്യസ്നേഹവും അത് കഴിഞ്ഞ സംഗതിയാണ്. ഗാന്ധിജിയുടെ തത്വങ്ങളോട് അദ്ദേഹത്തിന്റെ സമീപനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അടുപ്പവും സ്നേഹവും ബഹുമാനവും എല്ലാം ഈ കൃതികളിൽ കൃത്യമായിട്ട് ഞാൻ വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഹൈന്ദവം എന്ന് പറഞ്ഞ കൃതി 9 ചെറുകഥകളാണ്. അതിൽ ആദ്യത്തെ കഥ തന്നെയാണ് ഹൈന്ദവം എന്ന് പറയുന്നത്. അതിലൊരു ഹരീന്ദ്രൻ നായർ, അയാളുടെ വളരെ കാലം കേരളത്തിന് പുറത്തൊക്കെ ജീവിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇവിടെ ഇനി ഒരു സമുദായത്തിന് ഒരു കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെ കഴിച്ചിട്ട് നാട്ടിലെ ഒരു നാട്ടുകാരുടെ ഒരു സ്നേഹിതനായിട്ട് ഒരു ഉപകാരിയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് സാമാന്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഹരീന്ദ്രൻ സാർ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് വരുമ്പോൾ ഇവിടെ അദ്ദേഹം പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളെ വരെ ബാധിച്ചിരിക്കുന്നു. ഈ ഒരു നിയമം വരാൻ പോകുന്ന നിയമം, ഇവിടെ ഒരു പക്ഷേ പാസ്സാക്കി കഴിഞ്ഞൊരു നിയമം കുഞ്ഞുങ്ങളെ വരെ ബാധിച്ചിരിക്കുന്നു എന്നത് ഹരീന്ദ്രൻ നായരെ വല്ലാതെ ബാധിച്ചു. അതാണ് ഒരു ആദ്യത്തെ കഥ. അതാണ് ഹൈന്ദവം. അവിടെ പ്രത്യേകിച്ച് ഒരു പ്രത്യക്ഷമായ രീതിയിലുള്ള പിന്നെ എന്താ പറയുക ഉദീകരണങ്ങളൊന്നുമില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്കെല്ലാം അറിയാം, അടുത്ത കാലത്ത് ഒരുപാട് ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അവിടുത്തെ ഈ മലബാർ ലഹള എന്നറിയപ്പെടുന്ന കാർഷിക വിപ്ലവത്തിന്റെ പറ്റിയുള്ള പല പുതിയ തിരിച്ചറിവുകളും വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചതാണ്. അപ്പൊ അതിനെപ്പറ്റി ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന നാരായണനും കൂടി അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. അദ്ദേഹം മരിച്ചുപോയ ആള് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഷാജി ഈ സ്നേഹിതനായിട്ട് ഒരു ഹിന്ദുവായ നാരായണനുമായിട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അദ്ദേഹം തിരിച്ചു വരുന്നതാണ് നാട്ടിലെ. അദ്ദേഹം തിരിച്ചു വരുമ്പോഴും ശരിക്കും പറഞ്ഞാല് മുമ്പത്തേക്കാൾ വളരെ മോശപ്പെട്ടു. ഇതിനകം തന്നെ ഈ അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന കാർഷിക വിപ്ലവത്തിന് വളരെ മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ഉണ്ടായിട്ടുള്ള പുതിയ ചരിത്രങ്ങൾ എഴുതിയ കഥകളാണ് കൂടി നടത്തുന്ന ഒരു യാത്രയാണ്. അത് മുസ്ലിംസ് അധികമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവര് മറ്റേ ഹിന്ദുവിനെ എന്തിനാ കൂടെ കൊണ്ട് നടക്കുന്നത് ചോദിച്ചു. തിരിച്ച് ഹിന്ദുക്കളുടെ സ്ഥലത്ത് അവർക്ക് മെജോറിറ്റിയുള്ള സ്ഥലത്ത് എന്തിനാണ് ഈ മുസ്ലിമിനെ കൂടെ കൂട്ടുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ മനുഷ്യരെ അവരുടെ നിലയിലല്ല കാണുന്നത്, മറിച്ച് അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങളുടെ പേരിലാണ് വ്യത്യാസം കാണുന്നത്. എന്നിട്ട് ചില സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ രണ്ടുപേരുടെയും പേരങ്ങ് മാറ്റുമ്പോൾ അവസാനം പഠിച്ചു എങ്ങനെ വേണം ഇവരുടെ കഴിയാനും ഓരോരുത്തരും അങ്ങോട്ട് ഇതിന് പേര് മാറ്റിയിട്ട് ഹിന്ദുക്കൾ കൂടുതലുണ്ടെങ്കിൽ രണ്ടുപേരും ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ചെല്ലുമ്പോൾ രണ്ടുപേരും മുസ്ലിം പേര് സ്വീകരിക്കും. അങ്ങനെ അവർ നടത്തുന്ന ഒരു യാത്രയാണ്. പക്ഷെ അവിടുന്ന് അവസാനം നിർബന്ധമായിരുന്നു. അപ്പൊ അതിന് ഉപയോഗിച്ച് പാകിസ്ഥാൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അത് പാകിസ്ഥാൻ അതിന് കൃത്യമായിട്ടുള്ള തുക എനിക്ക് ഓർമ്മയില്ല, ഒരു വലിയൊരു തുക തന്നെയാണത്, കാര്യമായിട്ടൊരു തുക തന്നെയാണ് പാകിസ്ഥാന് അവരുടെ രാജ്യം പുതുതായിട്ട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള പണം കൊടുക്കാം എന്ന് ഇതിലൊരു നിബന്ധന ഉണ്ടായിരുന്നു. അത് കൊടുക്കുന്ന കാര്യത്തിൽ പിൽക്കാലം വളരെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ സമയത്ത്
വളരെ നിർബന്ധമായിട്ട് ഗാന്ധിജി പറഞ്ഞു, അത് നമ്മൾ കൊടുത്തു തന്നെ ആകണം. അവരോട് നമ്മൾ കൊടുത്തിരിക്കുന്ന, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന നിബന്ധന അതാണ്, വിഭജനത്തോടൊപ്പം കൊടുക്കാമെന്ന് ഏറ്റുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു മതാന്ധതയുടെ പേരിൽ ഇങ്ങനെ മുസ്ലിമിനെ പിന്തുണയ്ക്കുന്ന ഒരു ഈ ഗാന്ധി ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അവരെ ഈ മതഭ്രാന്തന്മാരെ വെടിവെച്ച് കൊല്ലുന്നത്.